ദൈവത്തിന്റെ പ്രസൻസിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, ദൂതവാഹകരായിരിക്കുന്ന പ്രവാചകന്മാർ, പ്രോഫറ്റ്, ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിക്കുന്നവർ, ദൈവത്തിന്റെ വായായി ദൈവത്തിന്റെ മെസ്സഞ്ചർ ആയിരിക്കുന്നവർക്ക് മാത്രം ദൈവശബ്ദം കേൾക്കാം. എന്തെങ്കിലും ദൈവം ഇടപെടുമെങ്കിൽ അവരോട് ഇടപെടും. സ്തോത്രം. എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് ദൈവം ഇടപെടും. അവർ ദൈവശബ്ദം കേൾക്കും, അവർ ദൈവജനത്തോട് പറയും. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിന്റെ വ്യവസ്ഥ. പിന്നെ ദൈവം അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നടുവിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ദർശനത്തിലും സ്വപ്നത്തിലും ഞാൻ അവനോട് അരുളപ്പാടുകൾ അറിയിക്കും. If there is a prophet among you, I the Lord will make known myself unto him in a vision and will speak unto him in a dream. ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ എങ്ങനെയാ ദൈവം വെളിപ്പെടുത്തുന്നത്? സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ഞാൻ എന്നെ വെളിപ്പെടുത്തും. സ്തോത്രം. മോശ സ്പെഷ്യലാണ്, എനിക്ക് എൻ്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് മോശയ്ക്ക് സ്വപ്നവും വെളിപ്പാട് മാത്രമല്ല, ഞാൻ നേരിട്ട് വന്ന് മുഖാമുഖം സംസാരിക്കുന്ന ഒരു സിസ്റ്റവും ദൈവം മോശയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ പ്രവാചകന്മാർ ദൈവശബ്ദം കേൾക്കും, സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമം വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പ്രവാചകനെ പ്രവാചകനാക്കി തീർക്കുന്ന എന്താണ്? പ്രവാചകന്റെ മേലുള്ള ഒരു പ്രാവചനികമായ ആത്മാവ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ഒരു പ്രാവചനികമായ ഒരു ഉണർവ്, ഒരു പ്രൊഫറ്റിക് അവേക്കനിങ് നടക്കുമ്പോൾ അതിന്റെ അർത്ഥം, ഹല്ലേലൂയ, സ്തോത്രം, നിശ്ചയമായി പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ എന്ന ആ ഒരു ഓഫീസ് ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എല്ലാവരും പ്രാവചനികമായ പ്രവചനാത്മാവിനാൽ നിറയപ്പെടണം.